ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് തഫ്ഹീമുൽ ഖിറാഅയിലെ അൽ വഹദത്തുൽ ഊലയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം. എന്താണ് നമുക്കിവിടെ ചിത്രത്തിൽ കാണുന്നത്? റോഡ് സൈഡുകളിൽ ആദ്യകാലങ്ങളിൽ കാണുന്ന മൈൽക്കുറ്റി, ദൂരസൂചിക എന്നൊക്കെ പറയാം. നമുക്ക് ഒരു സ്ഥലത്തേക്കുള്ള കിലോമീറ്റർ ദൂരം എത്രയാണെന്നൊക്കെ ഇത് നോക്കിയിട്ടാണ് ആദ്യകാലങ്ങളിൽ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പോൾ നമുക്ക് റോഡ് സൈഡിൽ കാണാം ഒരു ഗ്രീൻ ബോർഡ്. അടുത്ത സ്ഥലത്തേക്ക് ഉള്ള ദൂരങ്ങളൊക്കെ അതിലെഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യം ഇത് ഒരു കോൺക്രീറ്റ് കല്ലിന്മേലായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എന്താണ് ഇതിന് പറയുന്നത്, അറബിയിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പുള്ള പാഠങ്ങളൊക്കെ ഇതുപോലെ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയൊരു അപ്ഡേഷൻ വന്നത് കാരണം മാറ്റി ചെയ്യാണ്. അപ്പോൾ അന്നത്തെ വീഡിയോ ഒക്കെ ലഭിക്കാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ പാഠഭാഗങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇതിനെന്താണ് പറയുക? ഇതിലെന്താണ് നമ്മൾ പഠിക്കുന്ന അക്ഷരം? എന്താണ്? ഇ എന്ന അക്ഷരമാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ആ പഠിച്ചു, ഊ പഠിച്ചു. ഇപ്പം നമ്മൾ ഇ എന്ന അക്ഷരമാണ് ഇതിലൂടെ പഠിക്കുന്നത്. ഇ എഴുതുമ്പം അലിഫ്, ഹംസ, കസ്ര. ഇറം. എന്താണ്? ഇറം. 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 നമുക്ക് വായിക്കാം. ഇറം. ഇനിയാ ഇബറുൻ. 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 ഇബിലുൻ. 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 ഇറമുൻ. 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 അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഇ എന്ന അക്ഷരം റെഡ് കളറിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എഴുതാനും ശീലിക്കുക. ഇറം, ഇബറുൻ, ഇബിലുൻ, ഇറമുൻ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഇ ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇ ഇബറുൻ, ഇ ഇബിലുൻ, ഇ ഇറമുൻ എന്ന് നമുക്ക് വായിക്കാം. ഇനി താഴെ നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചാലോ? അലിഫ്, ഹംസ, ഫതഹ, അ. അലിഫ്, ഹംസ, ലമ്മ, ഉ. അലിഫ്, ഹംസ, കസറ, ഇ. ഹംസ, ഫതഹ, അ. ഹംസ, ലമ്മ, ഉ. ഹംസ, കസറ, ഇ. അപ്പോൾ ആ എന്ന് ഇവിടെ അലിഫ് ഇല്ലാതെ ഇട്ടാലോ, അലിഫ് ഇല്ലാതെ എഴുതിയാലും ഇത് ആ എന്ന് തന്നെയാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ ആ, ഉ, ഇ മനസ്സിലാക്കി പഠിക്കുക. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച ഹർക്കത്തുകൾ, നമ്മൾ അലിഫിന് ഹർക്കത്തുകൾ ഫതഹയും ലമ്മയും കസ്രയും പഠിച്ചു. അപ്പോൾ അത് നമുക്കൊന്ന് വായിക്കാം. ഫതഹ, ലമ്മ, കസ്ര. ഫതഹ, ലമ്മ, കസ്ര ഹർക്കത്തുകൾ കേട്ടോ. ഹർക്കത്തുകൾ എന്നാണ് ഇതിന് പറയുക. നെക്സ്റ്റ് നെക്ര വായിക്കാനാണ്. നമ്മൾ പഠിച്ച ഇ ചേർത്തിട്ട് നമുക്ക് ഈ വേർഡ്സുകൾ വായിക്കാം. നമ്മൾ അവിടെ വായിച്ച വേർഡ്സുകൾ തന്നെയാണ്. ഈ ഇബറുൻ, ഈ ഇബിലുൻ, ഈ ഇറമുൻ. ഒന്നും കൂടെ വായിക്കാം. ഈ ഇബറുൻ, ഈ ഇബിലുൻ, ഈ ഇറമുൻ. ഇനി താഴെ തന്നതിൽ ഈ എന്ന അക്ഷരങ്ങൾക്ക് ചതുരം വരയ്ക്കണം. മുറബ ചതുരം വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഉറബുൻ, ഉറബുല് ഊ ആണുള്ളത്. അപ്പോൾ അവിടെ നമുക്കൊന്നും ചെയ്യണ്ട. അടുത്തത് ഇബിലുൻ. ഇബിലുൻ എന്നതിൽ ഇ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലെറ്റർ തന്നെ ഇ ആണ്. അപ്പോൾ നമുക്കതിന് ചതുരം വരച്ചു കൊടുക്കാം. അടുത്തത് ഇറമുൻ. ഇറമുൻ എന്നതിലും ഫസ്റ്റ് അക്ഷരം ഏതാണ്? ഇ ആണല്ലേ. അപ്പോൾ നമുക്കതിനും വരയ്ക്കാം. പിന്നെ ഇവിടെ അബുൻ. അപ്പോൾ ഇവിടെ ആ ആണ് വന്നത്. അപ്പോൾ നമുക്കിവിടെ ഇ എന്നതിൽ മാത്രം തിരിച്ചറിഞ്ഞ് അതിന് ചതുരം വരയ്ക്കാനാണ്. അപ്പം മനസ്സിലാക്കുക. ഇനി താഴെ
4 ആപ്പിൾ തന്നിട്ടുണ്ട്. അതിൽ ഊ എന്ന അക്ഷരം എത്ര ഊകളുണ്ട് എന്നാണ് നമുക്കിവിടെ എണ്ണി എഴുതേണ്ടത്. എത്ര ഊ ഉണ്ട്? ഇതെന്താണ് വായിക്കുക? അ, ഉ, ഇ, ഉ. അപ്പോൾ എത്ര ഊ ഉണ്ട്? ഒന്നിതും ഒന്നിതും. അപ്പോൾ 2 എന്ന് നമുക്കിവിടെ എഴുതി വെക്കാം. 2 ഊ ഉണ്ട് കേട്ടോ. അപ്പം ബാക്കിയൊക്കെ ആ ആണ്, ഈ ആണ് മനസ്സിലാക്കുക. ഇനി താഴെ നർസു മുകളിലൂടെ എഴുതി പഠിക്കാനുള്ളതാണ്. അപ്പോൾ അത് എഴുതുന്ന രീതി മുകളിൽ നിന്ന് താഴോട്ട് എഴുതുക. അതുപോലെ അംസ, ഫതഹ, അ, അലിഫ്, അംസ, ലമ്മ, ഉ, അലിഫ്, ഹംസ, കസ്ര, ഇ, ഹംസ, ഫതഹ്, അ, ഹംസ, ലമ്മ, ഉ, ഹംസ, കസ്ര, ഇ. അപ്പോൾ അത് മുകളിലൂടെ എഴുതി ആ, ഉ, ഇ അത് പരിശീലിക്കുക, എഴുതാൻ നന്നായി ശീലിക്കുക. അടുത്തത് നമുക്ക് നെക്തുബാണ്. എഴുതണം ആ. അപ്പോൾ നമുക്കിവിടെ താഴെ 5 കള്ളികൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നിൽ പോയിട്ട് വേണം ആദ്യം എഴുതാൻ. അലിഫ്, ഹംസ, ഫതഹ്, ആ. അത് നമുക്ക് പറഞ്ഞ് വൃത്തിയിൽ ഇവിടെ 5 ലൈനിലും വൃത്തിയിൽ എഴുതാം. അടുത്തത് ഉ. അതും അതുപോലെ താഴ്ന്ന മുകളിലേക്ക് ഉ. പിന്നെ ഇ, ആ, ഉ, ഇ. അപ്പോൾ അതൊക്കെ വൃത്തിയിൽ എഴുതാം. മനസ്സിലായില്ല? അടുത്തത് എന്താണ്? താഴെ ഖുർആനിന്ന് ഒരു ആയത്തിൻ്റെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ എന്നത് തിരിച്ചറിയണം. എന്നിട്ട് നമുക്ക് അണ്ടർലൈൻ ചെയ്യേ എന്തെങ്കിലും ഒരു അടയാളം കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതിൽ എത്ര ഈ വന്നത് എന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഇന്ന, അപ്പോൾ ഇവിടെ ഈ വന്നിട്ടുണ്ട്. അജല, അപ്പോൾ ഇവിടെ ആ ആണ്, നമുക്ക് ഈ ആണ് വേണ്ടത്, ഈ മതി. പിന്നെ ഇവിടെ ഇതാ, ഇവിടെയും ഈ വന്നു. മനസ്സിലായില്ല? പിന്നെ ഇവിടെ ആ ആണ് വന്നത്, ഇവിടെയും ആ വന്നിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പം നമുക്ക് ഈ മാത്രമാണ്. അപ്പോൾ 2 ഈ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി അടയാളപ്പെടുത്തുക. അപ്പോൾ എത്രയാണ് ഇറം എന്ന ഈ 3ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മളെ പാഠബുക്കിൽ ചെറിയൊരു അപ്ഡേഷൻ വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഭാഗം മാത്രം മാറ്റിയിടുന്നത്. നമുക്ക് ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും മറ്റു വീഡിയോസ് നമ്മൾ മുമ്പ് എല്ലാ പാഠത്തിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കാണുകയാണെങ്കിലും എന്തെങ്കിലും പറയുന്നത് മാറിപ്പോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് വീഡിയോ മാറ്റിയിടാം ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.